പണ്ട് ലോകത്തിന്റെ ഇരുളിൽ ഒരു ദുഷ്ടനായ ട്രോൾ ഉണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചകളെ വിരൂപമാക്കുന്ന ഒരു മാന്ത്രിക കണ്ണാടി അവൻ നിർമ്മിച്ചു. അഹങ്കാരത്തോടെ അവൻ ആ കണ്ണാടി ആകാശത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ വെച്ച് അതവന്റെ കൈകളിൽ നിന്ന് വഴുതി താഴെ വീണു. ആ കണ്ണാടി കോടിക്കണക്കിന് കഷ്ണങ്ങളായി ചിതറി. കാറ്റിലൂടെ ആ ചില്ലുതരികൾ ലോകമെങ്ങും ഒരു ശാപമായി പടർന്നു. ചിലർ ആ ചില്ലിലൂടെ ലോകത്തെ വികൃതമായി കണ്ടു. മറ്റു ചിലരുടെ കണ്ണുകളിൽ അത് തറച്ചതോടെ അവർ തിന്മകൾ മാത്രം കാണാൻ തുടങ്ങി. ഏറ്റവും ഭീകരമായി ആ ചില്ലുകൾ ചിലരുടെ ഹൃദയത്തിൽ തറച്ചു. അതോടെ അവരുടെ സ്നേഹം വറ്റിപ്പോയി. ഹൃദയം ഒരു മഞ്ഞുകട്ടയായി മാറി. ആ വലിയ നഗരത്തിലെ തിരക്കുകൾക്ക് മുകളിൽ ഖേ എന്നും ഗേർഡെ എന്നും പേരുള്ള 2 കുട്ടികൾ വസിച്ചിരുന്നു. അവരുടെ ജനാലകൾക്കിടയിലെ ആ ചെറിയ റോസാ പൂന്തോട്ടമായിരുന്നു അവരുടെ ലോകം. ഒരു ശൈത്യകാല സായാഹ്നത്തിൽ അവർ ഒരു കഥാപുസ്തകം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മാന്ത്രിക കണ്ണാടിയുടെ ഒരു കഷണം ഖേയുടെ കണ്ണിലും ഹൃദയത്തിലും തറച്ചു. നിമിഷനേരം കൊണ്ട് അവൻ മാറിപ്പോയി. അവൻ ഗേർഡയെ ദേഷ്യത്തോടെ ആട്ടിയകറ്റി. തങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന റോസാപ്പൂക്കളെ അവൻ ക്രൂരമായി ചവിട്ടിമെതിച്ചു. പൂക്കളേക്കാൾ ഭംഗി ഈ മഞ്ഞുതുള്ളികൾക്കാണെന്ന് അവൻ പറഞ്ഞു. സ്നേഹമില്ലാത്ത തണുത്തുറഞ്ഞ ഒരു മഞ്ഞുകട്ടയായി ഖേയുടെ ഹൃദയം മാറിപ്പോയിരുന്നു. പുറത്ത് മഞ്ഞു വീണുകൊണ്ടേയിരുന്നു. ഖേയും ഗേർഡയും തമ്മിലുള്ള ആ വലിയ സ്നേഹം ഒരു മഞ്ഞുകാലം പോലെ തണുത്തുറഞ്ഞു തുടങ്ങുകയായിരുന്നു. നഗരത്തിൽ തണുത്ത കാറ്റ് വീശിയടിച്ചു. എല്ലാവരും വീടുകളിലേക്ക് ഒളിച്ചപ്പോൾ ഖേ മാത്രം ആ വലിയ മൈതാനത്ത് തനിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഓടിച്ച ഒരു വലിയ മഞ്ഞുവണ്ടി അവിടെ വന്നു. ഖേ തന്റെ കൊച്ചുവണ്ടി അതിൽ കെട്ടിവെച്ചു. ആ വലിയ വണ്ടി അതിവേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു. നഗരത്തിന്റെ വെളിച്ചമെല്ലാം പിന്നിലാക്കി ആ വണ്ടി കുതിച്ചു പാഞ്ഞു. പേടിപ്പെടുത്തുന്ന ഒരു കാട്ടിലൂടെ അവർ യാത്ര തുടർന്നു. തന്റെ വണ്ടി അഴിച്ചുമാറ്റാൻ ഖേ ശ്രമിച്ചെങ്കിലും അവന്റെ കൈകൾ തണുത്തു മരവിച്ചു പോയിരുന്നു. പെട്ടെന്ന് ആ വണ്ടി നിന്നു. അത് മഞ്ഞുരാജ്ഞിയായിരുന്നു. ഐസുകൊണ്ട് കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു സുന്ദരി, പക്ഷേ വളരെ തണുപ്പുള്ളവൾ. ആ മഞ്ഞുവണ്ടിക്കരികിൽ മരവിച്ചു നിന്ന ഖേയെ മഞ്ഞുരാജ്ഞി അരികിലേക്ക് വിളിച്ചു. സ്നേഹത്തോടെ അവൾ തന്റെ വെളുത്ത പുതപ്പിനുള്ളിൽ അവനെ പൊതിഞ്ഞു പിടിച്ചു. അവൾ മെല്ലെ കുനിഞ്ഞ് അവന്റെ നെറ്റിയിൽ ആദ്യമായി ചുംബിച്ചു. ആ നിമിഷം അവനിലെ വിറയൽ നിന്നു. അവൾ അവനെ രണ്ടാമതും ചുംബിച്ചു. അതോടെ ഗേർഡയെയും തന്റെ അച്ഛനമ്മമാരെയും അവൻ മറന്നുപോയി. അവന്റെ പ്രിയപ്പെട്ട റോസാപ്പൂക്കൾ പോലും ഒരു മഞ്ഞുപോലെ അലിങ്ങില്ലാതായി. അവർ ആ രാത്രിയിൽ ആകാശത്തേക്ക് പറന്നുയർന്നു. മരവിച്ച കാടുകൾക്കും കടലുകൾക്കും മുകളിലൂടെ വെള്ളി നക്ഷത്രങ്ങളെ നോക്കി അവർ അതിവേഗത്തിൽ യാത്ര തുടർന്നു. ആകാശത്ത് വർണ്ണ വെളിച്ചങ്ങൾ വിരിഞ്ഞപ്പോൾ അവർ മഞ്ഞുകൊട്ടാരത്തിന്റെ അരികിലെത്തി. മഞ്ഞുരാജ്ഞിയുടെ തടവുകാരനായി അവൻ തന്റെ പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചു. ഖേയെക്കുറിച്ച് ഓർത്ത് എല്ലാവരും സങ്കടപ്പെട്ടപ്പോൾ ഗേർഡ മാത്രം തളർന്നില്ല. അവളുടെ ഉള്ളിൽ ആ സ്നേഹം ഒരു ചെറിയ മെഴുകുതിരി വെട്ടം പോലെ അപ്പോഴും തെളിഞ്ഞു നിന്നു. വസന്തകാലത്തെ ആ സൂര്യപ്രകാശത്തിൽ അവർ തന്റെ പ്രിയപ്പെട്ട ചുവന്ന ഷൂസുകൾ അണിഞ്ഞു. തന്റെ കൂട്ടുകാരനെ തേടി അവൾ ആ പുഴയുടെ അരികിലേക്ക് മെല്ലെ നടന്നു നീങ്ങി. എന്റെ ചുവന്ന ഷൂസുകൾ എടുത്തോളൂ, പകരം ഖേയെ എനിക്ക് തിരികെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവ പുഴയിലേക്ക് എറിഞ്ഞു. പക്ഷേ പുഴ അവൾക്ക് ആ ഷൂസുകൾ തിരികെ നൽകി. ഷൂസുകൾ ദൂരേക്കെറിയാനായി അവൾ ഒരു കൊച്ചു വഞ്ചിയിൽ കയറി. പെട്ടെന്ന് വഞ്ചിയുടെ കെട്ടഴിഞ്ഞു. ഒഴുക്കിൽപ്പെട്ട ആ വഞ്ചി അവളെയും കൊണ്ട് കരയിൽ നിന്നും അകന്നുപോയി. ഭയം തോന്നിയെങ്കിലും ഗെർഡ പതറിയില്ല. മഞ്ഞുമൂടിയ ആ പഴയ നഗരം പിന്നിലാക്കി പുഴ അവളെ ഒരു മാന്ത്രിക ലോകത്തേക്കെത്തിച്ചു. അങ്ങനെ ആ വഞ്ചി പുഴയോരത്തെ ഒരു കൊച്ചു വീടിന് മുന്നിലെടുത്തു. വർണ്ണാഭമായ ചില്ലുജാലകങ്ങളുള്ള ആ മനോഹരമായ കുടിലിന്റെ ഉമ്മറത്ത് വലിയൊരു തൊപ്പി ധരിച്ച ഒരു മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഗെർഡയെ സ്നേഹത്തോടെ കൈവീശി വിളിച്ചു. മുത്തശ്ശി ഗെർഡയെ വീടിനുള്ളിലിരുത്തി ഒരു സ്വർണ്ണ ചീർപ്പുകൊണ്ട് അവളുടെ മുടി ചീകാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഗെർഡ തന്റെ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. തന്റെ തോട്ടത്തിലെ റോസാപ്പൂക്കൾ കണ്ടാൽ ഗെർഡയ്ക്ക് ഖേയെ ഓർമ്മ വരുമെന്ന് ആ മുത്തശ്ശി ഭയന്നു. അവർ തന്റെ വടി നിലത്തു കുത്തിയതും തോട്ടത്തിലെ ചെടികളെല്ലാം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി. അവിടെ വെറും പച്ചപ്പുല്ല് മാത്രമായി.
ആ തോട്ടത്തിൽ എപ്പോഴും വേനൽക്കാലമായിരുന്നു. വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂക്കൾക്കിടയിലൂടെ ഗെർഡ നൃത്തം ചെയ്തു. അവർക്ക് സന്തോഷമുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലെ പഴയ ആ തെളിച്ചം എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയുടെ തൊപ്പിയിലെ കൃത്രിമ റോസാപ്പൂവ് ഗെർഡയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ വിരലുകൾ ആ പൂവിൽ തൊട്ട നിമിഷം ചുറ്റുമുള്ള മാന്ത്രിക വെളിച്ചം ഒരു ചില്ലുപാത്രം പോലെ തകർന്നു വീണു. പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചുകയറി. ഗെർഡ തോട്ടത്തിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ വീണ മണ്ണിൽ നിന്ന് അത്ഭുതകരമായി ഒരു റോസാ ചെടി വളർന്നു വന്നു. മനോഹരമായ ചുവന്ന പൂക്കൾ വിരിഞ്ഞതോടെ താൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അവൾക്ക് പൂർണ്ണമായും ഓർമ്മ വന്നു. മണ്ണിനടിയിൽ കേ കണ്ടോ എന്നവൾ പൂക്കളോട് ചോദിച്ചു. അവൻ മരിച്ചിട്ടില്ലെന്ന് ആ റോസാപ്പൂക്കൾ അവൾക്ക് ഉറപ്പു നൽകി. ആ വാക്കുകൾ കേട്ടതും അവളുടെ ദുഃഖം മാറി. മുഖത്ത് പ്രതീക്ഷയുടെ തിളക്കം മിന്നിമറഞ്ഞു. കേ കണ്ടെത്താനുള്ള നിശ്ചയദാർഢ്യത്തോടെ അവൾ ചക്രവാളത്തിലേക്ക് നോക്കി. ഗെർഡ ആ വലിയ ഇരുമ്പുവാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്കോടി. മഞ്ഞുറഞ്ഞ ആ വനത്തിന്റെ നിശബ്ദതയിൽ ഗെർഡ ഒരു കാക്കയെ കണ്ടുമുട്ടി. കറുത്തിരുണ്ട തൂവലുകളുള്ള ബുദ്ധിമാനായ ആ കാക്ക അവളോടൊരു കഥ പറയാൻ തുടങ്ങി. അങ്ങുദൂരെ വർണ്ണങ്ങൾ നിറഞ്ഞ മറ്റൊരു ലോകം. അവരെ പുസ്തകങ്ങളുടെയും പത്രങ്ങളുടെയും മലമുകളിലിരുന്ന് ബുദ്ധിമതിയായ രാജകുമാരി അറിവ് തേടുകയായിരുന്നു. അവളുടെ വേഗതയും കഴിവും കണ്ട് കൊട്ടാരത്തിലെ കാവൽക്കാർ പോലും അത്ഭുതപ്പെട്ടു നിന്നുപോയി. രാജകുമാരിയെ സ്വന്തമാക്കാൻ വലിയ രാജകുമാരന്മാരെത്തി. പക്ഷേ കൊട്ടാരത്തിലെ പകിട്ടും പത്രാസും കണ്ടപ്പോൾ അവരുടെ നാവ് പിണഞ്ഞുപോയി. അപ്പോഴാണ് ആത്മവിശ്വാസത്തോടെ ആ ബാലൻ കടന്നുവന്നത്. തോളിലൊരു പഴയ സഞ്ചി മാത്രം. കൊട്ടാരത്തിലെ പൊന്നിനോടും പണത്തോടും അവന് ഒട്ടും മോഹമില്ലായിരുന്നു. അവൻ രാജകുമാരിയുടെ അരികിലെത്തി സമർത്ഥമായി സംസാരിച്ചു തുടങ്ങി. കാക്കയുടെ വാക്കുകൾ കേട്ട് ഗെർഡയുടെ ഹൃദയം വേഗത്തിലിടിച്ചു. സഞ്ചി തൂക്കിയ ആ പഴയ ബൂട്ടില്ലാത്ത ബാലൻ, അത് തന്റെ കേ തന്നെയാകുമോ? ഗെർഡയുടെ മുഖത്ത് സന്തോഷത്തിന്റെ കണ്ണീർ തത്തിക്കളിച്ചു. അവനുടെ പ്രാർത്ഥനകൾ ഫലിക്കുകയാണോ? കേയെ കണ്ടെത്താൻ കാക്കയോടൊപ്പം അവൾ ആ വലിയ കൊട്ടാരത്തിലേക്ക് രഹസ്യമായി കടന്നുചെന്നു. ആരും കാണാതെ വലിയ നിഴലുകൾക്കിടയിലൂടെ ശ്വാസമടക്കിപ്പിടിച്ച് അവർ മുന്നോട്ടു നീങ്ങി. കൊട്ടാരത്തിലെ വലിയ മാർബിൾ പടികൾ അവൾ ഒന്നൊന്നായി കയറി. പേടിയുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ടവനെ കാണാമെന്ന വലിയൊരു പ്രതീക്ഷ ഗെർഡയുടെ ഉള്ളിലുണ്ടായിരുന്നു. അവിടെ തൂങ്ങി നിൽക്കുന്ന താമരപ്പൂക്കൾ പോലെയുള്ള 2 അത്ഭുത കട്ടിലുകൾ അവൾ കണ്ടു. അതിലൊന്നിൽ ഒരു ബാലൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ഗെർഡയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ഗെർഡ ആ തുണി മാറ്റി നോക്കി. പക്ഷേ അത് കേ ആയിരുന്നില്ല. അപരിചിതനായ ആ രാജകുമാരനെ കണ്ട് ഗെർഡ സ്തംഭിച്ചുപോയി. അവളുടെ പ്രതീക്ഷകളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. താൻ തിരഞ്ഞു വന്നത് ഇയാളെയല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. താൻ വന്നത് വെറുതെയായല്ലോ എന്നോർത്ത് ഗെർഡ പൊട്ടിക്കരഞ്ഞു. തന്റെ പ്രിയപ്പെട്ട കേ ഇപ്പോൾ എവിടെയായിരിക്കും എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടു. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അവൾ കേയെ കണ്ടെത്തുമോ? If you enjoyed this story, please like this video and subscribe for more magical adventures.